യമനിൽ ജയിലിൽ കഴിയുന്ന മലയാളി നഴ്സായ നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കി എന്ന് പറഞ്ഞു ആ ഒരു അവകാശവാദത്തെ തലാൽ അബ്ദുൽ മഹദിയുടെ സഹോദരനായ അബ്ദുൽ ഫത്താഹ് മഹദി പരിഹസിക്കുകയാണ് ചെയ്യുന്നത്. വിശേഷകനായ ഡോക്ടർ കെ എ പോളാണ് ഈ ഒരു അവകാശവാദം ഉന്നയിച്ചത്. യമനിലെയും ഇന്ത്യയിലെയും നേതാക്കളുടെ ശക്തമായിട്ടുള്ള പരിശ്രമത്തിനൊടുവിൽ വധശിക്ഷ റദ്ദാക്കി എന്നായിരുന്നു അവകാശവാദം. നിമിഷപ്രിയയെ മോചിപ്പിക്കുമെന്നും ഇന്ത്യയിലേക്ക് തിരികെ കൊണ്ടുവരുമെന്നാണ് ഡോക്ടർ കെ എ പോള് വീഡിയോയിൽ പറഞ്ഞത്. ഇതിനുള്ള മറുപടിയായിട്ടാണ് അബ്ദുൽ ഫത്താഹ് മഹദിയുടെ ഒരു പോസ്റ്റ്. ഇന്ത്യൻ സ്രോതസ് ഇന്ത്യൻ നഴ്സിനെ ഉടനെ വിട്ടേക്കും. ഒരു യമനി സ്രോതസ്സിലെ, അതായത് ഞാൻ, ഇന്ത്യൻ രോഗത്തിന്റെ വധശിക്ഷ ഉടൻ നടപ്പാക്കും. ഇതായിരുന്നു ഫത്താഹ് മഹദിയുടെ പോസ്റ്റ്. അതേസമയം പോളിന്റെ അവകാശവാദങ്ങൾ അടിസ്ഥാനമില്ലാത്തതും വ്യാജവുമാണ് എന്നാണ് യമനിലെ മനുഷ്യാവകാശ പ്രവർത്തകനായ സാമുൽ ജെറോം പറഞ്ഞത്. വിഷയത്തിൽ നേരിട്ട് ഇടപെട്ടവർക്ക് യമന്റെ ആചാരങ്ങളെക്കുറിച്ച് നന്നായി അറിയാം. സഹോദരൻ തലാലിന്റെ രക്തത്തോട് അവർക്ക് വേണ്ടത്ര ബഹുമാനവുമുണ്ട്. അബ്ദുൽ ഫത്താഹിന്റെ കുടുംബത്തെ അപമാനിക്കുന്ന ഒരു പ്രവൃത്തിയും അവർ ചെയ്യില്ല എന്നും സാമുൽ ജെറോം ഫേസ്ബുക്ക് പേജിലൂടെ കുറിച്ചു. ഈ ആളുകളുടെ പ്രവൃത്തി നല്ലതിനേക്കാൾ കൂടുതൽ ദോഷമാണ് ചെയ്യുന്നതെന്നാണ് സാമുൽ ജെറോം പറഞ്ഞത്. അതിനിടെയാണ് സാമുൽ ജെറോമിനെതിരായിട്ടുള്ള ആരോപണങ്ങൾ നിഷേധിച്ച് നിമിഷപ്രിയയുടെ ഭർത്താവ് ടോമി തോമസ് രംഗത്തെത്തിയത്. നിമിഷപ്രിയയുടെ മോചനത്തിനായുള്ള ആദ്യഘട്ട ചർച്ചകൾക്ക് നൽകിയ $40,000 സാമുൽ ദുരുപയോഗിച്ചെന്നും അമ്മയെ വീട്ടുതടങ്കലിലാക്കി എന്നുമായിരുന്നു ആരോപണങ്ങൾ. സേവ് നിമിഷപ്രിയ ഇന്റർനാഷണൽ ആക്ഷൻ കൗൺസിൽ സ്വരൂപിച്ച $40,000 കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തിന്റെ അക്കൗണ്ട് വഴി യമനിലെ കേസ് നടത്തുന്നതിന് വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാർ നിയമിച്ച അഭിഭാഷകനാണ് കൈമാറിയത് എന്നാണ് ടോമി തോമസ് അറിയിച്ചത്. നിമിഷപ്രിയയുടെ അമ്മ പ്രേമകുമാരി യമനിലെ വീട്ടുതടങ്കലിലാണെന്നുള്ള വാർത്തകൾ അടിസ്ഥാനരഹിതമാണെന്നും ടോമി വ്യക്തമാക്കി. ഇത്തരം വാർത്തകൾ പ്രചരിപ്പിക്കുന്നവർക്ക് മറ്റു താല്പര്യങ്ങളുമുണ്ട് എന്നാണ് ടോമിയുടെ കുറ്റപ്പെടുത്തൽ. പ്രേമകുമാരിയുമായി ഫോണിൽ സംസാരിച്ചിരുന്നു. അവർ യമനിൽ തടവിലോ അല്ലെങ്കിൽ വീട്ടുതടങ്കലിലോ ആരുടെയെങ്കിലും കസ്റ്റഡിയിലോ ഒന്നുമല്ല. കുടുംബത്തിന്റെ പവർ ഓഫ് അറ്റോർണി ഹോൾഡറായ സാമുൽ ജെറോമിന്റെ സംരക്ഷണത്തിലെ തന്റെ അറിവും സമ്മതത്തോടു കൂടിയാണ് അവർ യമനിൽ തുടരുന്നത്. നിമിഷപ്രിയയുടെ മോചനങ്ങൾക്ക് ബന്ധപ്പെട്ടിട്ടുള്ള കേസ് അന്തിമഘട്ടത്തിൽ എത്തി നിൽക്കെ വിവാദങ്ങൾക്ക് സ്ഥാനമോ സമയമോ ഇല്ല എന്നും മോചനത്തിനായി എല്ലാവരും നടത്തുന്ന ശ്രമങ്ങൾക്ക് നന്ദി അറിയിക്കുന്നതായും ടോമി വ്യക്തമാക്കി. യമൻ പൗരനെ വധിച്ചു എന്നുള്ള കേസിൽ ജൂലൈ 16 നിമിഷപ്രിയയുടെ വധശിക്ഷ നിശ്ചയിച്ചിരുന്നത്. അവസാന നിമിഷം കാന്തപുരം അടക്കം വിവിധ തലത്തിൽ നടത്തിയ ഇടപെടലിലാണ് ഈ ഒരു വധശിക്ഷ നീട്ടിയത്.